വേണ്ട പറ മോനെ, നിന്നെ ആ പന്നക്കൈവർ തല്ലിയല്ലേ? പറയടാ മോനെ. അച്ഛനോട് വഴക്കിനൊന്നും പോണ്ടെന്ന് പറ മോനെ. അച്ഛനത് എന്ത് ഭാവിച്ചിട്ടാ? മോനെ, നീ എനിക്കൊറ്റ മകനാ. നിന്റെ നേരെ വല്ലവരും ചെറുവരിൽ ഇണക്കിയാൽ അവരെ ഞാൻ ഈ ഭൂമുഖത്ത് വെച്ചേക്കത്തില്ല. ചെറുപ്പത്തിൽ കളിക്കുമ്പോ ഞാനും ഉണ്ണിയും മധുവും ഒക്കെ ഒരുപാട് തല്ലുകൂടിയിട്ടുണ്ട്. ഈ വഴക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഉണ്ണി, എന്താ ശ്രുതി? വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി. നിനക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. എന്തിനാ മടിക്കുന്നത്? അച്ഛൻ വഴക്ക് പറഞ്ഞു. ഇനി ഇവിടെ ഒന്നും വരരുതെന്നും മേലിൽ നമ്മൾ തമ്മിൽ കാണരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സാരമില്ല. ഉണ്ണി പിന്നെയും വഴക്കുണ്ടാക്കിയല്ലേ? എന്താ നേരല്ലേ? ആ വീരഭദ്രൻ നായരുടെ മകൻ ഷിബു 24 മണിക്കൂർ എന്റെ വീട്ടിലാ. ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണോ ഞാൻ? അവസരം മുതലെടുക്കുകയാണ് അവൻ. ഏതായാലും വഴക്കിനും വക്കാണത്തിനും ഒക്കെ പോകുന്നതിന് മുമ്പ് ശ്രീജിയെ ഒന്ന് കണ്ട് ഉപദേശിക്കാമായിരുന്നില്ലേ? അതെങ്ങനെയാ? എന്നെ കാണുമ്പം ശത്രുവിനെ പോലെ മുഖം തിരിച്ച് നടക്കുക എല്ലാരും. നേരത്തെ എന്റെ കണ്ണൊന്ന് നനഞ്ഞാൽ, ശബ്ദമൊന്ന് ഇടറിയാൽ എന്റെ ശ്രീജയ്ക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അവക്ക് പോലും ഞാനിപ്പോ ഒരു അധികപ്പറ്റ. സാരമില്ല ഉണ്ണി. പെൺകുട്ടികളാവുമ്പോ അമ്മയുടെ ചൊൽപ്പടിക്ക് നിന്നല്ലേ പറ്റൂ. ഞാൻ പോട്ടെ. ഏതായാലും ശ്രീജിയെ സിന്ധുവിനെ ഒക്കെ ഞാൻ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇനി വഴക്കിനൊന്നും പോണ്ട. ഞാൻ അടങ്ങില്ല ഈച്ചേ. എന്റെ മകനോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഒരികൂടി പുറകോട്ട് വെച്ചത്. ഈ കടം തീർത്തല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. എന്താ പക? കടം വിട്ടാനാണ് ഒരുപാടുണ്ട് നായരെ. നിങ്ങൾ പണമിറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇസ്പേഡ് ഗുലാനെ ഇറക്കാം. മനസ്സിലായില്ല? അല്ലെങ്കിൽ എന്തോന്നാണ് ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുള്ളത്? എന്തോ മനസ്സിലാക്കി തരാം എന്ന് പറയുകയായിരുന്നു. അതെ, അറുമുഖത്തെ ഒതുക്കാൻ നോക്കി എന്ത് പറ്റി? ഞാൻ ഒതുങ്ങി. ഉണ്ണിയെ ഒതുക്കാൻ നോക്കി എന്ത് പറ്റി? ഇടിയും കൊണ്ട് ഉടുമുണ്ടും പോയി. മൂരിമൂസയെ മിഷ്ടാന്നം തീറ്റിപ്പോറ്റി എന്ത് പറ്റി? അടി കൊണ്ട് തൂറി. അതുകൊണ്ട് ആദ്യം അറുമുഖത്തിനെ ഒതുക്കണം, പിന്നെ ഉണ്ണി. പക്ഷെ ഈ കളി ഗോളടിക്കാൻ നിങ്ങൾ തീറ്റിപ്പോറ്റണ ഊച്ചാളി മൂരിമൂസയും മുട്ടനാടും ഒന്നും പോരാ. അവന്റെ അപ്പൻ പോത്ത്, സാക്ഷാൽ കാട്ടുപോത്ത്, കാട്ടിമത്തായി വരണം. വരുത്തി തരാവോ? എന്ത് വില കൊടുത്ത് ഞാൻ വരുത്തി തരാവടാ? എങ്കിൽ കൊളുത്തട്ടാ. കൊളുത്തടാ. ഇത് വിളക്കിത്തല വീരഭദ്രൻ നായർ അഭിമാനത്തിന്റെ പ്രശ്നമാ. വിളക്കി തലയാലും വിളക്കാത്ത തലയാലും ആദ്യം അഡ്വാൻസ് ഇട്. എണ്ണുണ്ടെങ്കിൽ നന്നേ. ഓ വേഷം മാറാം. വാരി പുറത്തേക്കളാ. എന്താണോ ചോദിച്ചേ? പണി തുടങ്ങിയല്ലേ? കണ്ടിട്ട് തനിക്ക് എന്ത് തോന്നുന്നു? പണിയാകുമെന്ന് തോന്നുന്നു. തന്റെ കിതപ്പ് അണപ്പൊക്കെ കണ്ടിട്ട് താൻ അത്യാവശ്യമായിട്ട് എന്നെ കാണാൻ വന്നാണ് തോന്നുന്നു. അത് പിന്നെ പറയാനുണ്ടോ? കാലത്തും വൈകിട്ടും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വേണാട് ട്രെയിൻ പോലെ ഓടി നിങ്ങൾ രണ്ട് വമ്പന്മാരുടെ ഇടയിൽപ്പെട്ട് എന്റെ ജന്മം ചോദിച്ചാ നായക്കൊരു പണിയില്ല, എന്നാ നായക്കൊട്ട് നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെ നിന്റെ കാര്യം. ആട്ടെ, വന്നതെന്തിനാ? ഈ അറുമുഖം നന്ദിയും കൂറും ഉള്ളവൻ തന്നെ ആണല്ലോ. എന്തത്ര സംശയം? ഇവൻ ചെറുപ്പത്തിലെ മാട്ടത്ര വന്ന് കയറിയതാ. ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ പണി നോക്കി നടത്താൻ ഞാൻ വേണമെന്നില്ല. ഇവന് എന്റെ ഒരു കൈ തന്നെയാ. എന്നാൽ ആ കൈ വെട്ടി മാറ്റാൻ ആ പിള്ളേര് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പരമാർത്ഥം കൊയ്ത്തും മെതിയും കഴിയുമ്പോ നിങ്ങളൊക്കെ തരുന്ന നെല്ലും പണവും കൊണ്ട് കഷ്ടിച്ച് പിടിച്ച് ജീവിക്കുന്നവനായി പാച്ചു. പലപ്പോഴും ഒക്കെ ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നത് ഒരു മര്യാദയാണല്ലോ. അതുകൊണ്ട് പറയുക. പാച്ചു കാര്യം പറ. അല്ല, മുമ്പ് ഈ അറുമുഖം വീരഭദ്രൻ നായരെ അങ്ങാടി വെച്ചൊന്ന് നാണം കെടുത്തിയല്ലോ. പാമ്പ് പക വെച്ച് നടക്കുന്നത് പോലെ അയാൾ നടക്കുക. ഈ അറുമുഖത്തിന് രഹസ്യമായിട്ടൊന്ന് ഞൊട്ടാൻ ഒരു ജഗജ്ജാല ഇല്ലാടിയെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നേരാണോടൂ? നേരല്ലാത്തത് ഈ പാച്ചു പറയോ?
അത് തടയാനുള്ള കപ്പാസിറ്റി ഭാർഗവകുറുപ്പിനുണ്ടോ? എന്റെ അറുമുഖത്തിന്റെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞാൽ അത് എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നത് പോലെയാ. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കരുത്. അപ്പു നിങ്ങളുടെ ബന്ധുവല്ലേ? ഉണ്ണി അവന്റെ അളിയൻ. അവനാണെ കൂലിത്തല്ലിന് നടക്കുകയാണ്. പിന്നെ അവന് നിങ്ങളുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഇത് തടയാൻ ഉണ്ണിക്കേ പറ്റൂ. പരമാർത്ഥം. നായർ ഇറക്കുമതി ചെയ്യുന്ന ആരെയാണെന്നറിയാവോ? സാക്ഷാൽ കാട്ടിമത്തായി. സത്യത്തിൽ അവരടിക്കാൻ കൈയോങ്ങിയത് അറുമുഖത്തിന്റെ നേരെയല്ല, എന്റെ നേരെയാ. അത് തല്ലിത്താഴ്ത്തി നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഇതെത്രയുണ്ട്? 20,000. അവശനായ ഒരുത്തനെ സഹായിച്ചത് നിങ്ങളുടെ ഈ നോട്ടുകെട്ടുകൾ മോഹിച്ചല്ല. മനുഷ്യന് പരസ്പരം കടപ്പാടുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാ ഞാൻ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പണക്കാർ തമ്മിലുള്ള കുടിപ്പക തീർക്കാൻ ഒരുപാട് പ്രാവശ്യം എന്നെ കോടാലിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വന്നത് അറുമുഖനെ രക്ഷിച്ചതിന്റെ പ്രതിഫലം ചോദിക്കാനല്ല. പിന്നെ പലതവണ തോറ്റുപോയവനാ ഞാൻ. നിങ്ങളൊക്കെ എന്നും ജയിക്കുമായിരുന്നില്ലേ? ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ? അന്ന് വീരഭദ്രൻ നായരെ തല്ലാൻ നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നു, അശ്വതി. എനിക്കത് കിട്ടണം. നീ വെറുതെ പോക്കൃത്തരം പറയരുത്. പോക്കൃത്തരം പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ അന്ന് എനിക്ക് എന്ന വാക്കാണ് ഞാൻ ചോദിക്കുന്നത്. വാക്ക് പറഞ്ഞില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എടാ, അന്ന് ഞാൻ വല്ലാത്തൊരു അന്തരാളഘട്ടത്തില്, അന്ന് ഞാൻ മൂക്കറ്റം മദ്യപിച്ച്, അല്ലാതെ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ വല്ലാത്തൊരു സാഹചര്യത്തിൽ തന്ന വാക്കാണ്. അതുപോലൊരു സാഹചര്യത്തിൽ കൊടുത്ത വാക്ക് പാലിക്കാനാ ഞാനന്ന് നിങ്ങളെ തല്ലിയത്. എന്റെ സരളേച്ചിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കാണാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തെന്ന് എന്റെ പെറ്റമ്മയ്ക്ക് പോലും അറിയില്ല. അതൊക്കെ പോട്ടെ, എനിക്ക് അശ്വതി കിട്ടണം.
എന്റെ ചങ്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ അശ്വതി ഞാൻ സ്വന്തമാക്കും. അതുറപ്പാ. ഇതിരിക്കട്ടെ.